നമ്മൾ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ഹാർട്ടിൻ്റെ നല്ലൊരു ശതമാനം പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് കൊറോണറി ആർട്ടറിയിലാണ് നമ്മൾ പഠിച്ചത്. അപ്പം കൊറോണറി ആർട്ടറിയിൽ നമ്മൾ നടത്തുന്ന ഡയഗ്നോസിസും ഇന്റർവെൻഷനിലും പ്രധാനപ്പെട്ടതാണ് CAGയും PTCAയും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈ രണ്ട് ഇന്റർവെൻഷനും ഫെയിൽ ആയാലാണ് നമ്മൾ നടത്തുന്ന ഇത് ആദ്യത്തെ ഡയഗ്നോസ്റ്റിക് ആണ്, PTCA എന്ന് പറഞ്ഞാൽ ഇന്റർവെൻഷൻ ആണ്. ഈ PTCAയും ഫെയിൽ ആയി നടക്കുന്നില്ലെങ്കിലാണ് നമ്മൾ അടുത്ത ഘട്ടമായ CABGയിലേക്ക് കിടക്കുന്നത്, ഓപ്പൺ ഹാർട്ട് കൊറോണറി ആൻജിയോഗ്രഫി എന്ന് പറയുന്ന പ്രൊസീജിയർ. ഇത് പെർക്യൂട്ടേനിയസ് ട്രാൻസ്ലുമിനൽ കൊറോണറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. CAG കൊറോണറി ആൻജിയോഗ്രഫി എന്ന് പറയും. അപ്പൊ COG ആണ് ആദ്യമേ നമ്മൾ നടത്തുന്ന ഒരു പ്രൊസീജിയർ. അതൊരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രീ പ്രൊസീജിയറും പോസ്റ്റ് പ്രൊസീജിയറും ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ CAG അല്ലെങ്കിൽ CAG എന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷൻ വേണ്ടിയിട്ടാണ്. അതായത് ഹാർട്ടിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഫിമോറൽ ആർട്ടറി, ഇവിടുത്തെ ഫിമോറൽ ആർട്ടറി വഴിയോ അല്ലെ റേഡിയൽ ആർട്ടറി വഴിയോ ഒരു കാത്തറ്റർ ഒരു ആർട്ടറി തുളച്ച് ഒരു കാത്തറ്റർ ഇടും. അതിന്റെ അകത്തുകൂടി ഒരു ഗൈഡ് വയർ കടത്തി വിട്ട് ഇങ്ങനെ ഉള്ളിൽ കൂടി ചെന്ന് ഈ ഹാർട്ടിന്റെ മേലിലുള്ള കൊറോണറി ആർട്ടറിയിലേക്ക് ആ ഗൈഡ് വയറിനെ കൺട്രോൾ ചെയ്ത് അകത്ത് കയറ്റിയിട്ട് പുറത്തുനിന്ന് നമ്മൾ ഈ അകത്ത് ഡൈ അടിച്ചു കൊടുത്ത് പുറത്തുനിന്ന് നമ്മൾ അതിന്റെ എക്സ്റേ എടുത്തോണ്ടിരിക്കുക. അത് കണ്ടിന്യൂസ് എക്സ്റേ എടുത്തോണ്ടിരിക്കും. അപ്പൊ എക്സ്റേ ഒരു പിക്ചർ പോലെ, ഒരു വീഡിയോ ക്ലിപ്പ് പോലെ നമുക്ക് കിട്ടും. അങ്ങനെ നടത്തുന്ന പ്രൊസീജിയറാണ്. അപ്പം ഡൈ അടിക്കുമ്പോൾ എവിടേക്കാണോ ബ്ലോക്ക് വരുന്നത് ആ ഭാഗത്ത് പോകാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെയാണ് നമ്മൾ ആ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ മാർക്ക് ചെയ്താണ് LADയിലാണോ, ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറിയിലാണോ, പോസ്റ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറിയിലാണോ, സർക്കംഫറൻസ് ആർട്ടറിയിലാണോ, എവിടെയാണ് ബ്ലോക്ക് എന്ന് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായി? ആ പ്രൊസീജിയറാണ് CAG എന്ന് പറയുന്നത്. PTCA എന്ന് പറയുന്നത് ആ ഭാഗത്തെ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്തിട്ട് അവിടെ നമ്മൾ ലൂമൻ കറക്റ്റ് ആയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ വലുതാക്കിയിട്ട് അവിടെ സ്റ്റെന്റ് ഇട്ട് അതിനെ വലുതാക്കി നിർത്തുന്ന പരിപാടിയാണ് PTCA എന്ന് പറയുന്നത്. അതായത് ഈ പ്രൊസീജിയർ ചെയ്യുമ്പം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രീ പ്രൊസീജിയർ, അതായത് ഒന്നാമത് നമ്മൾ ചെക്ക് ചെയ്യണം അലർജി. അതായത് നമ്മൾ ഐഡിൻ കണ്ടെയ്നിങ് ആയ സാധനമാണ്, ഡൈ ആണ് നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്നത്, അതായത് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഡൈ ഐഡിൻ കണ്ടെയ്ൻഡ് ആയതുകൊണ്ട് പേഷ്യന്റിന് ഡൈ, ഈ ഐഡിൻ, സീ ഫുഡ്, സോൾട്ട്, അയോഡനൈസ്ഡ് സാൾട്ട്, അങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെ പേഷ്യന്റിന് അലർജിക് ഉണ്ടോ എന്ന് നമ്മൾ ചെയ്യണം. അങ്ങനെ അലർജി ഉണ്ടെങ്കിൽ നമ്മൾ ആ പേഷ്യന്റിന് പ്രൊസീജിയറിന് മുമ്പ് പേഷ്യന്റിന് ഹിസ്റ്റമിനും ഹൈഡ്രോകോർട്ടിസോണും നമ്മൾ കൊടുക്കണം. കാരണം അലർജി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മെറ്റ്ഫോർമിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് ഉണ്ട്. നമുക്ക് മെറ്റ്ഫോർമിനെ അറിയാം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇൻസുലിൻ ആന്റി ഡയബറ്റിക് ഡ്രഗ് ആണ്. കാരണം ഇൻസുലിൻ അല്ല. അങ്ങനെ ഡയബറ്റിക് ആയ പേഷ്യന്റിന് നമ്മൾ മെറ്റ്ഫോർമിൻ കൊടുക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റ്ഫോർമിൻ നമ്മുടെ ഉള്ളിൽ ചെന്ന് 24 അവറിന് മുമ്പ് പ്രൊസീജിയർ 24 അവറിന് മുമ്പ് നമ്മളത് ബ്ലോക്ക് ചെയ്യും. അതിന് 48 അവർ കഴിഞ്ഞിട്ടേ നമ്മളത് റീസ്റ്റാർട്ട് ചെയ്യുള്ളൂ. കാരണം മെറ്റ്ഫോമിനും ഐഡിനും കൂടി റിയാക്ഷൻ ഉണ്ട്. ഇത് രണ്ടും കൂടി പ്രവർത്തിച്ച് ബോഡിയിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ടാകും. ലാക്റ്റിക് ആസിഡ് പിന്നീട് മെറ്റാബോളിക് അസിഡോസിസ് ആയി പേഷ്യന്റിന്റെ ബോഡിയിൽ രൂപാന്തരപ്പെടും. അതായത് പേഷ്യന്റിന്റെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, ആസിഡിന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പൊ മെറ്റാബോളിക് അസിഡോസിസ് എന്നാണ് അതിന് പറയുന്നത്. കാരണം റെസ്പിറേഷനുമായിട്ട് ബന്ധമല്ല, ബോഡിയിൽ അങ്ങനെ ഉണ്ടായതാണ്. അപ്പൊ അതിന് കാരണം മെറ്റ്ഫോർമിനാണ്. അതുകൊണ്ട് മെറ്റ്ഫോർമിൻ എടുക്കുന്ന പേഷ്യന്റിന് ഈ പ്രൊസീജിയർ സംബന്ധമായ സമയത്ത് നമ്മൾ കൊടുക്കുന്നത് ഇൻസുലിൻ ആയിരിക്കും. ആവശ്യമുണ്ടെങ്കിൽ, ഷുഗർ ഒരുപാട് കൂടുകയാണെങ്കിൽ ഇൻസുലിൻ ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ പേഷ്യന്റിന്റെ ഹൈറ്റും വെയിറ്റും ചെക്ക് ചെയ്യണം. കാരണം എന്തുകൊണ്ടാണ്? ഹൈറ്റും വെയിറ്റും അനുസരിച്ചാണ് എന്തോരം ഡൈ പേഷ്യന്റിന് അഡ്മിനിസ്റ്റർ ചെയ്യണം എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഹൈറ്റും വെയിറ്റും വേണം. പേഷ്യന്റ് NPOയിൽ നടത്തണം. അതായത് NPO ഒരുപാട് ലോങ് ഒന്നും വേണ്ട. സോളിഡ് ആയിട്ടുള്ള ഫുഡ് ഒരു 8 മണിക്കൂറും 6 to 8 മണിക്കൂർ വരെ ഇന്റർവെല്ലിൽ നമ്മൾ കൊടുക്കരുത്. അതുപോലെ തന്നെ പേഷ്യന്റിന് നമ്മൾ ലിക്വിഡ് ഡയറ്റ് ഒരു 4 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ ലിക്വിഡ് ഒന്നും കൊടുക്കരുത്. എന്തുകൊണ്ടാണ്? കാരണം ഈ ഡൈയും കാര്യങ്ങളും എല്ലാം കൂടി അങ്ങ് ചെല്ലുമ്പോൾ പേഷ്യന്റ് ഇച്ചിരി സെഡേറ്റീവ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പേഷ്യന്റിന് വോമിറ്റിംഗ് എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആസ്പിറേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ കൺസെന്റ്, പേഷ്യന്റിന്റെ ഇത് കാര്യങ്ങളും ഇതിന്റെ കോൺട്രാ ഇൻഡിക്കേഷനും പ്രശ്നവും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൺസെന്റ് വാങ്ങണം. പിന്നെ വൈറ്റൽസ് എന്തിനാണ് നമ്മൾ ആദ്യമേ കാർഡിയാക് മോണിറ്റർ, BP, ഷുഗറും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്.
അതുകൂടാതെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു വൈറ്റൽസ് എന്ന് പറയുന്ന പെരിഫറൽ വൈറ്റൽസ്, അതായത് എക്സ്ട്രീമിറ്റിയുടെ പോസ്റ്റീരിയർ ടിബുലായിലും ഡോർസാലിപ്പെഡീസിലും നമ്മൾ മാർക്ക് ചെയ്ത് പൾസ് എവിടെയാണ് നമ്മൾ രണ്ട് കാലയിലും ചെയ്തത്. കാരണം ഓപ്പറേഷൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏത് കാലയിലാണ് ചെയ്യാൻ പോകണമെന്ന് നമുക്കറിയത്തില്ല. അപ്പം നമുക്ക് ആ പൾസൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോന്നും അതിന്റെ സൈസ്, ഷേപ്പ്, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫീലിങ്സ് എങ്ങനെയൊക്കെയാണ് നമ്മൾ രേഖപ്പെടുത്തി വെച്ചിരിക്കണം. അല്ല അവിടെ മാർക്കും ചെയ്ത് വെക്കണം കാലയില്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റ് OTയിൽ നിന്ന് വരുമ്പം കാത്തലാബിൽ നിന്ന് വരുമ്പോൾ നമ്മളിതെല്ലാം ചെക്ക് ചെയ്ത് നോക്കും. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ പൾസിൽ വേരിയേഷൻ ഉണ്ടാവുമോ, വ്യത്യാസം ഉണ്ടാവുമോ ചെയ്യുവാണെങ്കിൽ അത് ക്ലോട്ട് ഫോം ചെയ്യാനുള്ള സാധ്യത കൊണ്ടാണ് അങ്ങോട്ട് അങ്ങനെ വരുന്നത്. അങ്ങനെ ക്ലോട്ട് ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നെക്രോസിസ് ചെയ്ത് കാല് ആംബ്യൂട്ടേറ്റ് ചെയ്ത് വരേണ്ട രീതിയിലേക്ക് എക്സ്ട്രീം കേസിൽ വരാറുണ്ട്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പൾസൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. പിന്നെ ഈ സെഡേറ്റീവ് പേഷ്യന്റിന് കൊടുക്കുമെന്ന് പറയണം. കാരണം പേഷ്യന്റിന് ചെറിയൊരു കോൺഷ്യസ്നെസ്സും ഇച്ചിരി ബുദ്ധിമുട്ടും ഒക്കെ കാണാം. അപ്പൊ ചെറിയ സെഡേറ്റീവ് നമ്മൾ പേഷ്യന്റിന് കൊടുക്കണം. പിന്നെ ലോക്കൽ അനസ്തീഷ്യയാണ് പേഷ്യന്റിന് കൊടുക്കാൻ പോകുന്നത്. അപ്പം സൈലോക്കൈൻ ആണ് നമ്മൾ പേഷ്യന്റിന് കൊടുക്കാൻ പോകുന്നത്. അപ്പം സൈലോക്കൈൻ കൊടുക്കുമ്പോൾ വലിയ പെയിനുകളൊന്നും ഉണ്ടാകത്തില്ലെന്നും ബുദ്ധിമുട്ട് കാണത്തില്ലെന്നൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ ഈ ഡൈ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതായത് പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് നമ്മൾ ഗൈഡ് വയർ ഇട്ട് ഗൈഡ് വയർ ഹാർട്ടിന്റെ ഭാഗത്ത് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചെസ്റ്റ് ടൈറ്റ്നസും ചെസ്റ്റ് പെയിനും പേഷ്യന്റിനെ ഫീൽ ചെയ്യാം. അങ്ങനെ ഫീൽ ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഗൈഡ് വയർ അവിടെ ചെന്നോണ്ടാണ്. ഇനി ഡൈ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഒരു ഫ്ലഷി ഫീലിംഗും ഒരു വാംനെസ്സും പേഷ്യന്റിന്റെ ഹാർട്ടിനുള്ളിൽ ചെസ്റ്റിനുള്ളിൽ പേഷ്യന്റിന് ഫീൽ ചെയ്യും. അത് ഡൈ അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ടാണ്. അപ്പം അതൊന്നും ഒരു അബ്നോർമൽ സൈൻസ് അല്ല. അതുകൂടെ ചില സമയത്ത് പേഷ്യന്റിന് ഗൈഡ് വയർ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിക്കുമ്പോൾ ചുമയുണ്ടാകും. അങ്ങനെ ചുമയുണ്ടാകുന്നതും ഇതിന്റെ ലക്ഷണമാണ്. കാരണം അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ആണ്. അതങ്ങനെ ഉണ്ടാവും ചിലപ്പം. അപ്പം അതിനെയൊന്നും ഓർത്ത് പേടിക്കരുത് എന്ന് പേഷ്യന്റിന് പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ പേഷ്യന്റിന്റെ ബ്ലഡ് ടെസ്റ്റ് നടത്തണം. ഇതിന് പോസ്റ്റ് പ്രൊസീജിയറായിട്ട് ഒന്നാമത് വൈറൽ മാർക്കറുകൾ, പേഷ്യന്റ് എന്തെങ്കിലും ഇൻഫെക്ഷനുകൾ ഉണ്ടോ എന്നറിയാനായിട്ട്. പിന്നെ നമ്മൾ നടത്തുന്ന വേറൊരു ടെസ്റ്റാണ് RFT, റീനൽ ഫങ്ഷൻ ടെസ്റ്റ്, അതായത് യൂറിയ ക്രിയാറ്റിനിൻ. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? കാരണം ഈ അടിച്ചു കൊടുക്കുന്ന ഡൈ മുഴുവൻ പേഷ്യന്റ് യൂറിനിലൂടെയാണ് പുറത്തേക്ക് തള്ളേണ്ടത്. അപ്പം എന്തെങ്കിലും പേഷ്യന്റിന് ബുദ്ധിമുട്ടുണ്ടായാൽ, അതായത് റീനൽ ഫെയിലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ക്രിയാറ്റിന്റെ അളവല്ലോ കൂടുതലോ ആണെങ്കിൽ ഇത് പുറത്തേക്ക് കളയാനായിട്ട് ബുദ്ധിമുട്ട് വരും. അങ്ങനെ പുറത്തോട്ട് കളയാനായിട്ട് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പേഷ്യന്റിന് ഐഡിൻ ഇൻഡ്യൂസ്ഡ് നെഫ്രോപ്പതി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അത് ഉണ്ടാകാതിരിക്കാനായിട്ട് കിഡ്നി നല്ല ക്ലിയർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ആദ്യമേ തന്നെ ഉറപ്പുവരുത്തണം. ഇതാണ് പ്രീ പ്രൊസീജിയറായിട്ട് ചെയ്യുന്നത്. ഇന്ന് കുറച്ച് നമ്മൾ എടുക്കുന്ന കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങൾ. പിന്നെ പോസ്റ്റ് പ്രൊസീജിയറാണ്. പോസ്റ്റ് പ്രൊസീജിയറിൽ നമുക്കൊന്നും അറിയാം. നേരെ കാത്തലാബിൽ നിന്ന് വരുമ്പം ആദ്യമായിട്ട് നമ്മൾ പേഷ്യന്റിന്റെ വൈറ്റൽസ് ആണ് എടുക്കുന്നത്. അതിന് മുമ്പ് നമ്മൾ ബെഡ് മേക്കിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അപ്പൊ ബെഡ് മേക്കിംഗ് എന്ന പരിപാടിയിൽ നമ്മൾ റെഡി ചെയ്ത് വെക്കേണ്ട മെഡിസിനുകളിൽ ഒന്ന് NS-ഉം 2 അട്രോപ്പിനും. അത് NS എന്തിനാന്ന് വെച്ചാൽ BP എങ്ങനെ ഷീറ്റ് അഴിക്കുമ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ NS ഇട്ട് അത് കൂട്ടിയെടുക്കണം. ഇനി ചില സമയത്ത് പേഷ്യന്റിന് വാഗസ് നെർവില് ടച്ച് ഉണ്ടാകുന്നതുകൊണ്ട് വാഗസ് പ്രഷർ കൊടുക്കുന്നതുകൊണ്ട് വാഗസ് നെർവിന് ഇറിറ്റേഷൻ ഉണ്ടായി അതിന്റെ ഭാഗമായിട്ട് ബ്രാഡി കാർഡിയയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഷീറ്റ് അഴിക്കുമ്പോൾ നമ്മൾ സൈലോക്കൈൻ സെഡേഷൻ ഒക്കെ ഇച്ചിരി കൊടുത്തിട്ടാണ് അഴിക്കുന്നത്. അങ്ങനെ അഴിച്ചില്ലെങ്കിൽ പേഷ്യന്റിന് വാഗസ് ഡിസ്റ്റർബൻസ് ഉണ്ടായി പേഷ്യന്റിന് ബ്രാഡി കാർഡിയയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് തടയാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അട്രോപ്പിൻ കൊടുക്കാൻ അട്രോപ്പിനും NS-ഉം നമ്മൾ നേരത്തെ തന്നെ ലോഡ് ചെയ്ത് റെഡി ആക്കി വെച്ചിരിക്കണം. പിന്നെ നമ്മൾ വരുമ്പോഴേ ആദ്യമേ ചെക്ക് ചെയ്യേണ്ട സാധനമാണ് വൈറ്റൽസ് എല്ലാം ഓക്കെ ആണോ, BP എല്ലാം സ്റ്റേബിൾ ആണോ. പിന്നെ പെരിഫറൽ പൾസ് നമ്മൾ പറഞ്ഞല്ലോ. പെരിഫറൽ പൾസ് എങ്ങനെ മിസ്സായി കഴിഞ്ഞാൽ അതിന്റെ ലക്ഷണം പേഷ്യന്റിന്റെ ബോഡിയിൽ ക്ലോട്ട് ഫോം ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പൊ ക്ലോട്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് മാറ്റാനായിട്ട് നമ്മൾ പേഷ്യന്റിന്റെ ഡോക്ടറെ ഇൻഫോം ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പെരിഫറൽ പൾസ് നമ്മൾ ചെക്ക് ചെയ്യണം. അതുകൂടാതെ നമ്മൾ പേഷ്യന്റിനെ OTയിൽ വെച്ച്
നൈട്രോഗ്ലിസറിൻ നമ്മൾ ചിലപ്പം അഡ്മിനിസ്റ്റർ ചെയ്യും. കാരണം വാസോ ഡയലേഷൻ ആണ് നൈട്രോഗ്ലിസറിൻ. അതായത് നമ്മൾ ഇത്രയും വലിയ പ്രൊസീജിയറാണ് ചെയ്യാൻ പോകുന്നത്. ആർട്ടറിയിലൂടെ ഒരു ഗൈഡ് വയർ ഇട്ട് അപ്പൊ ആർട്ടറിക്കൊന്നും പ്രശ്നം സംഭവിക്കാതിരിക്കാനും ആവശ്യത്തിന് ഇട അവിടെ ഉണ്ടാകാനും ഹാർട്ടിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ വാസോ ഡയലേറ്ററായ നൈട്രോഗ്ലിസറിൻ ഇൻഫ്യൂഷൻ പമ്പ് വഴി സാധാരണ കൊടുക്കാറുണ്ട്. അത് ഷീറ്റ് അരിക്കുന്നവരെ നമ്മളത് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടും ബി പി സ്റ്റേബിൾ ആകാനായിട്ട് നമ്മൾ വാസോ ഇത് കൊടുക്കാറുണ്ട്. അപ്പൊ ക്ലോട്ട് ഫോർമേഷന്റെ ലക്ഷണങ്ങളായ പെരിഫറൽ പൾസ് എല്ലാം മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ ഇൻഫോം ചെയ്യണം. അത് ആംപ്യൂട്ടേഷൻ വരെ നീണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു പ്രൊസീജിയറാണ്. പിന്നെ ബ്ലീഡിങ്, പേഷ്യന്റിന് നമുക്കറിയാലോ വന്നു കഴിഞ്ഞാൽ ബ്ലീഡിങ്ങിനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അപ്പം ഹെമറ്റോമ നമ്മൾ ഇത്രയും വലിയ കാത്തട്രിക് ആർട്ടറിയാണ് ബ്രേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം പേഷ്യന്റിന് നമ്മൾ അവിടെ നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ച് ബോൾ പോലത്തെ ഇത് വെച്ച് അടച്ച് നമ്മൾ നല്ല ടൈറ്റ് ബാൻഡേജ് ഇട്ടാണ് നമ്മൾ പേഷ്യന്റിനെ വിടുന്നത്. അപ്പോഴും നമ്മൾ ബ്ലീഡിങ് എങ്ങനെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ആർട്ടറിയാണ് ഇഞ്ചുറി ആയിരിക്കുന്നത്. അങ്ങനെ ബ്ലീഡിങ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് തന്നെ പേഷ്യന്റിനെ ബെഡ് റെസ്റ്റ് നന്നായിട്ട് കൊടുക്കണം. അതായത് ഒരു 12 മണിക്കൂർ പേഷ്യന്റിനെ അനക്കാൻ സമ്മതിക്കരുത്. കാരണം സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചേക്കണം. ഫ്ലക്ഷനോ എക്സ്റ്റൻഷനോ ഒന്നും പാടില്ല. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കാൽ 12 മണിക്കൂർ വരെ ഈ അഫക്റ്റഡ് പാർട്ട് വെച്ചിരിക്കണം. പിന്നെ ഹെമറ്റോമ ഉണ്ടോ എന്ന് അസസ് ചെയ്യും. കാരണം ബ്ലീഡിങ് ചെയ്ത ഭാഗത്തു നിന്ന് നമ്മൾ ഇഞ്ചുറി ഉണ്ടാക്കിയ ഭാഗത്തു നിന്ന് ചിലപ്പോൾ ബ്ലഡ് പുറത്തേക്ക് വന്ന് അവിടെ എല്ലാം കെട്ടിക്കിടന്ന് ഹെമറ്റോമ പോലെ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിലും പേഷ്യന്റ് നമ്മൾ ഡോക്ടറെ ഇൻഫോം ചെയ്യേണ്ട കേസാണ് ഈ ഹെമറ്റോമ എന്ന് പറയുന്നത്. പിന്നെ ഇതെല്ലാം നമ്മൾ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കിഡ്നിയാണ് ഫിൽറ്റർ ചെയ്ത് പറയുന്നുള്ളൂ. അപ്പൊ ഒരു 3 ലിറ്റർ 4 ലിറ്റർ വെള്ളം പേഷ്യന്റ് ഒരു ദിവസം കൊടുത്ത് പേഷ്യന്റിനെ ശരിക്കും യൂറിനേറ്റ് ചെയ്തിരിക്കണം. അപ്പം ഇനി പേഷ്യന്റ് ബ്ലഡ് ഫ്ലൂയിഡ് എടുക്കാൻ പാടാണെങ്കിൽ നമ്മൾ IV കാനുല ഇട്ട്, IV കാനുല ഉണ്ടാവും, അതിലൂടെ നമ്മൾ NS കൊടുത്ത് പേഷ്യന്റിന്റെ ഹൈഡ്രോസ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. പിന്നെ പേഷ്യന്റിന്റെ ഈ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ആന്റി കൊയ, കാരണം കോട്ട് ഒരു കാരണവശാലും ക്ലോട്ട് ഉണ്ടാകാൻ സാധ്യത, അതുകൊണ്ട് ആന്റി കൊയാഗുലന്റ്, ആന്റി പ്ലേറ്റ്ലെറ്റ് ഇതുപോലുള്ള മെഡിക്കേഷനുകൾ പേഷ്യന്റിന് കൊടുക്കണം. പിന്നെ ചില കേസിൽ ചിലപ്പോൾ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇത് ഇത്രയും വലിയ ഇൻവെസീവ് പ്രൊസീജിയർ ഒക്കെ അല്ലേ, അഥവാ ചില സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ECG എടുക്കണം, കാരണം എന്തെങ്കിലും വേരിയേഷനുകൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ. ഓക്കെ, താങ്ക് യു. ഇതാണ് CAG യുടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ, പ്രീ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പ്രൊസീജിയറുകൾ.